വേനൽക്കാലത്ത് ജപ്പാനിലെ ഏറെ പ്രശസ്തമായ ഫുജി പർവ്വതം കയറാൻ എത്തുന്നവർ പണം നൽകേണ്ടി വരും. ചപ്പുചവറുകൾ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുക, അമിതമായ തിരക്ക് തടയുക, കാൽനടയാത്രക്കാരുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള അമിതമായ ജനസഞ്ചാരം കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ജപ്പാൻ ഇത് നടപ്പാക്കിയിരുന്നത്. 2024 ജൂലൈ 1 മുതലാണ് പുതിയ നിയമം നടപ്പാക്കുക. ഫുജി പർവ്വതം കയറുന്നതിന് ഏറ്റവും ജനപ്രിയമായ പാതകളിൽ ഒന്നാണ് യോഷിത പാത. പർവ്വതം കയറുന്ന ആകെ ആളുകളിൽ പകുതിയും ഈ വഴിയാണ് തെരഞ്ഞെടുക്കാറ്. ടോക്കിയോയിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നതും ഈ വഴിയിൽ ധാരാളമായി ലോഡ്ജ് സൗകര്യമുണ്ടെന്നതും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ളതും ഈ വഴിയെ ജനപ്രിയമാക്കി മാറ്റുന്നു. ആളുകൾ വളരെയധികമായി ഇവിടെ എത്തുന്നതിനാൽ അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ പർവ്വതവും പ്രകൃതിയും സംരക്ഷിക്കാൻ ഫീസ് ഈടാക്കണമെന്നത് ജാപ്പനീസ് സർക്കാർ പറയുന്നു. ജൂലൈയിൽ മുതൽ ഫുജി പർവ്വതം കയറാനെത്തുന്ന ഒരാളിൽ നിന്ന് 1077 രൂപയാണ് ഈടാക്കുക. ഇവിടേക്കുള്ള തിരക്ക് കുറയ്ക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതുകൂടാതെ പർവ്വതത്തിന്റെ പരിപാലനത്തിനായി 553 രൂപ സ്വമേധയാ സംഭാവന ചെയ്യാനും സർക്കാർ പർവ്വതാരോഹരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഷിത പാത വഴി കടന്നുപോകുന്നവരുടെ എണ്ണം ദിവസവും 4000 എന്ന തോതിൽ നിജപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്കും പുലർച്ചെ 2 മണിക്കും ഇടയിൽ പർവ്വതാരോഹണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് യമനാക്ഷി മേഖല തിങ്കളാഴ്ച അംഗീകരിച്ച ഓർഡിനൻസിൽ വ്യക്തമാക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ കൂടുതൽ ആളുകൾ പർവ്വതം കയറുന്നതിനായി എത്തുന്നുണ്ട്. പർവ്വതാരോഹകർ അനുയോജ്യമായ വിധത്തിൽ വസ്ത്രം ധരിക്കണമെന്നും തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും അധികൃതർ വ്യക്തമാക്കി. ദിവസേന ഇവിടെ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ സമൂഹമാധ്യമങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും സന്ദർശകരോട് അധികൃതർ ആവശ്യപ്പെട്ടു. 2023 2.21 ലക്ഷം പേരാണ് ഫുജി പർവ്വതം കയറിയത്. അവരിൽ പകുതിയോളം യോഷിത പാത വഴിയാണ് കടന്നുപോയതെന്ന് യൂറോന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. പർവ്വതാരോഹണത്തിനാവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് വിനോദസഞ്ചാരികൾ പർവ്വതം കയറുന്നതെന്ന് ജാപ്പനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ചിലർ പാതയിൽ കിടന്നുറങ്ങുകയും തണുപ്പിനെ പ്രതിരോധിക്കാൻ തീ കൂട്ടുകയും ചെയ്യാറുണ്ട്. ചിലരാകട്ടെ 3776 മീറ്റർ ഉയരമുള്ള പർവ്വതം വിശ്രമമില്ലാതെ ഒറ്റയടിക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവരെ അസുഖബാധിതരാക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്ന് 2 മണിക്കൂർ നേരത്തെ യാത്രയാണ് ഫുജിയിലേക്കുള്ളത്.